ഹലോ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇന്തോനേഷ്യ വരെ ഒന്ന് യാത്ര പോയിട്ട് വരാം. പിന്നെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് കുറേ നടന്ന് അവസാനം ഫ്ലൈറ്റിലെത്തി കേട്ടോ. ഫ്ലൈറ്റിലെത്തി നമ്മൾ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഞാൻ സെറ്റായി. പിന്നെ നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് രാത്രിയിലെ വ്യൂ എൻ്റെ മോനെ അടിപൊളിയാണ്. കുറച്ച് ഒന്ന് ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളിൽ നിന്ന് ഗാലക്സി വൈബായിരുന്നു. പിന്നെ നമുക്ക് ഫുഡൊക്കെ തന്നു. ഇത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, എന്തോ ബിരിയാണി പോലത്തെ എന്തോ സാധനമായിരുന്നു. പിന്നെ ഈ സാധനങ്ങൾ ഞാനൊരുവിധം കഷ്ടപ്പെട്ടൊക്കെ തുറന്ന് പിന്നെ നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് ഒന്നുമില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വന്നത് ക്യാരറ്റ് ഹൽവ. ഇനി ഞാൻ ഉണ്ടാക്കുന്ന സാധനം മാത്രം കഴിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും, വേറെ ഒന്നും കിട്ടിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പതിവിലും അധികം സ്വീറ്റായിട്ട് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് എനിക്കൊരു ചപ്പാത്തി പോലത്തെ സാധനം കൂടെ തന്നു. ഈശ്വരൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഒരു വലിയ സുഖമില്ല. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തു, ഭയങ്കര പുളിയായിരുന്നു. പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി. വെളുപ്പിന് എണീറ്റപ്പോൾ എൻ്റെ മോനെ അപ്പുറത്തെ വിൻഡോ സീറ്റിൽ നിന്ന് അടിപൊളി. പിന്നെ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിലും അടിപൊളി. പിന്നെ നമ്മൾ കോലാലംപൂർ എയർപോർട്ടിലെത്തി. അവിടെ ചെന്ന് ഈ ഒരു കഫേ നമ്മൾ കഷ്ടപ്പെട്ട് ഡോളറാക്കി കൊണ്ട് ചേർന്നപ്പോൾ അവർക്ക് ഇവിടെ റിങ്കറ്റ് ഉണ്ടെങ്കിലേ തരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തൊരു കടയിൽ ചെന്ന് അവിടെ ചെന്ന് അറിയാൻ മേലാത്തൊരു എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ച് കുടിച്ച് എൻ്റെ പള്ളി തൊണ്ടയിൽ നിറക്കാനും കൊള്ളൂല, തുപ്പാനും പറ്റൂല, ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ സൺലൈറ്റൊക്കെ കണ്ടപ്പോൾ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ ഇട്ടു. പിന്നെ 1 മണിക്കൂർ ആ ലോഞ്ചിൽ ചുറ്റിത്തിരിയാൻ വേണ്ടി സമയം ചെന്നു. നമ്മൾ കുറേ കണ്ടു. എന്നിട്ട് നമുക്ക് അടുത്ത ഫ്ലൈറ്റിലേക്ക് നമ്മൾ മറ്റേ ബസ് പോലത്തെ ഒരു സാധനമല്ലോ അതിലങ്ങ് കയറ്റി. ഇനി ഡിസ്ക്ലെയിമർ, എൻ്റെ ഫസ്റ്റ് വീഡിയോൻ്റെ കുറേ പോരായ്മ കാണും, സഹിക്കുക, ക്ഷമിക്കുക. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഭയങ്കര ലാഗ്, ഒരു 1.5 മണിക്കൂർ അവിടെ ചുറ്റിത്തിരിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി ഗൈസ്. പിന്നെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി. ഒരു ഉച്ചയായപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് തന്നത്. ഞാൻ ആ ബണ്ണ് എന്തിനാ സ്മെല്ല് ചെയ്തത് എനിക്കറിയത്തില്ല, പക്ഷേ എന്തായാലും വ്യത്യസ്തമായൊരു മണമാണ്, നമ്മുടെ നാട്ടിലെ മണമല്ല. പിന്നെ ഞാൻ എന്തിനോ ബണ്ണ് ഞാൻ ഇങ്ങനെ മുറിച്ച് കഴിച്ചു, ഞാൻ കടിച്ച് കഴിക്കാനാണ് പതിവ്. പിന്നെ ഇതിൻ്റെ ബട്ടറിന് ഭയങ്കര കട്ടിയായി കഴിച്ച്. പിന്നെ ആ ഫ്ലൈറ്റ് ഒന്ന് ചാഞ്ചാടിയപ്പോൾ എനിക്ക് ഒരൊറ്റ വലിവായിരുന്നു കഴിച്ച്. പിന്നെ നമ്മൾക്ക് എന്തിനവർ എനിക്ക് പച്ചമുളകൊക്കെ എടുത്ത് തന്ന അവർക്കറിയാം. എന്നിട്ട് ഞാൻ പിന്നെ താഴോട്ടൊക്കെ നോക്കി കടലിൻ്റെയൊക്കെ മേളിൽ കൂടെ അടിപൊളി. എന്നിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. എവിടെ? ഐഗസ്തി എൻഗറാറായി എയർപോർട്ടിൽ. അത് രണ്ടാമത് പറയാൻ പറഞ്ഞത് അത് അങ്ങനെയാണ് അതിൻ്റെ പേര്. ഇവിടെ ഫുള്ള് സ്വർണ്ണക്കട വൈബായിരുന്നു. പിന്നെ നമുക്ക് 1 മണിക്കൂർ ഇവിടെ കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കുറേ സാധനമുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ടായിരുന്നു, അവിടുത്തെ മാപ്പായിരിക്കും. എന്നിട്ട് നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറേ മാലയൊക്കെ പോലത്തെ സാധനമൊക്കെ ഇട്ടു. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ ബസ്സിൽ കയറി കുറേ കാഴ്ചയൊക്കെ കണ്ട് ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ഗായ്സ്.